Yo guys, so welcome back to our new video. സോ ഗൈസ്, അപ്പോൾ ഇതെൻ്റെ ചാനലിലെ സെക്കൻഡ് വീഡിയോ ആണ്. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു കണ്ടൻ്റായിട്ടാണ്. ദാറ്റ് ഈസ് ഓൺലി പ്ലേയിങ് വിത്ത് പ്ലെയർ ഓഫ് ദ വീക്ക്. അതെ ഗൈസ്, ഞാനിന്നൊരു പ്ലെയർ ഓഫ് ദ വീക്ക് സ്ക്വാഡ് ഉണ്ടാക്കിയിട്ട് 3 AI മാച്ചസ് ഞാൻ കളിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്ക്വാഡിനൊക്കെ തുടങ്ങല്ലേ. നമുക്ക് തുടങ്ങാൻ എന്തായാലും സ്കോഡ് ഉണ്ടാക്കാനായിട്ട് പ്ലെയർ ഓഫ് ദി വീക്ക് കേട്ടോ. പച്ച പ്ലെയർ ഓഫ് ദി വീക്ക് കേട്ടോ ഗൈസ്, നമ്മുടെ UCL-ല്ല പച്ച കാർ ടൈപ്പ് ട്രെൻഡിങ്. ഓക്കെ, സെറ്റ് പച്ച ഇട്ടോ ഗൈസ്, നമ്മൾ ഫുള്ള് ഇതാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഗോൾ കീപ്പറിൽ നിന്ന് തുടങ്ങാം. സോ ഗോൾ കീപ്പർ പച്ച പിക്ഫോർഡ് ഉണ്ട്, ആർണസക്കി ഉണ്ട്, പിന്നെ ഗ്രേസ് പൊസിഷനിൽ ഓൾറെഡി വീക്കിലിട്ട് നോക്കട്ടെ. കാർണസക്കിയും പിക്ഫോർഡും നമുക്ക് എന്തായാലും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാർണസക്കിനെ യൂസ് ചെയ്തു. ഇപ്പോൾ ഇന്ന് പിക്ഫോർഡിനെ യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോഴും സെറ്റ് ആവില്ലല്ലോ. ഓക്കെ, നമുക്ക് കാർ ടൈപ്പ് ട്രെൻഡിങ് ഇട്ടിട്ടു. ഇനി നമുക്ക് റൈറ്റ് ബാക്ക്, വിങ് ബാക്കിൽ സംശയം വേണ്ട, ഇങ്ങനെ എടുത്തിടാം. മെമ്മറി ലെഫ്റ്റ് ബാക്ക് നമ്മുടെ കരീരാസ് കളിക്കട്ടെ. ലെഫ്റ്റ് ബാക്ക് നമ്മുടെ കരീരാസും ലെഫ്റ്റ് ബാക്ക്. ഇനി നമുക്ക് സെൻട്രൽ ബാക്കിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് വൺ ഈസ് എഡർ മിലിറ്റാവോ. സെക്കൻഡ് വൺ നമുക്ക് എന്തായാലും നമ്മുടെ മാനുവൽ അക്കാഞ്ചി ഉണ്ട്. 2 എഡർ മിലിറ്റാവോ ഉണ്ടോ. പക്ഷേ 99 100 ഓക്കെ, മറ്റേ ലോങ് റേഞ്ച് അടിച്ച ഇൻ്റർമീറ്റ് ആവട്ടെ. നമുക്ക് മറ്റേത് നമുക്ക് ഇവനിടാം. എവിടെ കാണില്ലല്ലോ വേസ്. ഓക്കെ, നമുക്ക് അതിൻ്റെ അക്കാഞ്ചീനെ പിടിച്ചിടാം. ഓക്കെ, സോ ദ ഡിഫൻസ് ഈസ് സെറ്റ്. നമുക്കൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആർദ ഗുളറിനാണ് നമ്മൾ നേരത്തെ ചൂസ് ചെയ്തത്. നമുക്ക് ഇത്തവണ ഇറ്റീനാണ് വേസ്. ഇതിൽ കുറേ ഓപ്ഷൻ ഉണ്ട്, ലൈക്ക് ഇതിൻ്റെ പേര് മറന്നുപോയി. പിന്നെ വാൽവർഡെ ഉണ്ട്, ടൊണാലി ഉണ്ട്, ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ട്, പിന്നെ നമ്മുടെ ഗുള്ളറുണ്ട്, അത്യാവശ്യം പേരുണ്ട്. സോ നമുക്ക് എന്തായാലും ഇനി ഡിഫൻസീവ് സെറ്റ് അതിന് അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലോട്ട് പോകാം. അറ്റാക്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ റോഡ്രിഗോ കളിക്കില്ല, അത് യൂസ് ചെയ്യലാണ് ഒന്നാമത്. എന്തായാലും ഇവനും പിടിച്ചത് കളിക്കില്ല. സീനാണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും 2 അറ്റാക്ക് മിഡ്ഫീൽഡറും പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചക്കിനെയും ഗുള്ളറിനെയും വേസ്. നമുക്ക് റൈറ്റ് വിങ്ങിലിട്ട് പോകുമ്പോൾ നമുക്ക് എന്തായാലും വാൽവർഡേനെ ഇടാം ഗേസ്. ഓക്കെ, അത്ര സൂട്ടല്ല എന്നാലും കുഴപ്പമില്ല, സൂട്ടല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് CF-ൽ ഹാലൻഡ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എൻട്രിക്കിനെയാണ് യൂസ് ചെയ്തത്, യങ്സ്റ്റേഴ്സ് ലൈക്ക് എൻട്രിക്. പക്ഷെ നമുക്ക് എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഇടാം. ലെഫ്റ്റ് വിങ്ങിലിട്ട് നോക്കാൻ നേരത്ത് ലെറ്റ്സ് ബ്രിങ് ഓൺ ബ്രാഡ്ലി പാർക്കോള. സബിലാണെങ്കിൽ നമുക്ക് ഇവനിട്ടേക്കാം. അരെ കോടിയ അല്ലേണ്ട സ്ക്വാറക്സ്കേലുണ്ട്. ദാറ്റ് സെറ്റ് ആൻഡ് ഇവനെ പിടിച്ചിട്ടേ ഇവിടെ സെറ്റല്ലേ. അപ്പോൾ ഇത് മതി എന്നാണ് തോന്നുന്നത് ഗേസ്. അപ്പോൾ ഇത് മതി, സെറ്റാണ്. നമുക്ക് റാഫീനെ വേണമെങ്കിൽ ആ തരിയോട് കളിപ്പിക്കാം. ഗുള്ളറിനെ കഴിഞ്ഞ എപ്പിസോഡ് കളിച്ചതല്ലേ. സോ റാഫീന കമോൺ ബേബി. സോ സെറ്റാണ്. ഇപ്പോൾ നമുക്ക് എന്തായാലും ഇത് വെച്ച് മാച്ച് കളിച്ച് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. സോ തുടങ്ങാം, ലെറ്റ്സ് ഗോ കേസ്. അപ്പോൾ ഓപ്പോണൻറ്റിനെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ റോമയാട്ടോ കേസ്. ഓപ്പോണൻറ്റ് നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ജയിക്കാൻ എന്തായാലും പറ്റും, അതൊരു ഡൗട്ട്. നമുക്ക് ലിങ്ക് പ്ലേ ഓൺ ആക്കിയതാണ് കേസ്. ഹാലൻഡ് ഗോൾ പോച്ചറുള്ളത്. സോ ലിങ്ക് പ്ലേ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്നും കൊടുത്തില്ല കേട്ടോ, മറന്നുപോയി. ചെറുക്കി ഡിഫൻസീവ്ലി മിലിറ്റാവോ റൈറ്റ് മാർക്ക് മാർക്കിങ്. സോ കേസ് സ്റ്റാർട്ട് ചെയ്യാം. കേസ് കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ ലാഗുണ്ട് കേസ്, ചെറിയ പിടുത്തം. ഓക്കെ, ഇപ്പോൾ ശരിയായി, പിടുത്തം ശരിയായിട്ടുണ്ട്. ഓക്കെ, ഈ ക്വാറസ്കേൽ അടിപൊളിയാണ് കേട്ടോ. യെസ്, ഫൗൾ കേസ്. യെസ്, വാൽവർഡെ ഗോൾ അടിച്ച് മോനെ. വാൽവർഡെ അടിച്ച് ഹാലൻഡിൻ്റെ അസിസ്റ്റാണ്.
കൊള്ളാം എന്തായാലും. K10. ഓക്കെ, തൂക്കിയറാണ് ഇട്ട് കൊടുത്തത്. അടി തൂക്കിയറാണ് ഗൈസ്. പോയി തൂക്കിയറ കടന്ന് അവിടെ നിന്നാണ് അടിച്ചിട്ട്. ലെറ്റ്സ് ഗോ. ഇന്ന് നമ്മൾ 3 മാച്ച് കളിക്കുന്നതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്ത് കൂടും ഗൈസ്. സോ കുഴപ്പമില്ലല്ലേ ലെങ്ത് കൂടിയാലും. റാഫിനെ ഗോൾ എടുത്തിട്ടുണ്ട്. ഇവൻ്റെ അസിസ്റ്റാണ് ഗൈസ്, വാൽവെർഡെ. സോ കൊള്ളാം. 3-0 ഗൈസ്. സോ 3 ഗോൾ ലീഡുണ്ട്. സോ എന്തായാലും നമ്മൾ ജയിക്കും ഗൈസ്, നോ ഡൗട്ട്. ലെറ്റ്സ് ഗോ. ഇതൊക്കെ ചീളി കേസാണ് ഗൈസ്, ഇതൊന്നും നമുക്കൊരു വിഷയമേ അല്ല. ഓക്കെ, സ്ക്വാര എടാ റാഫിനോട് റോക്ക് ലൈസ്. ഓക്കെ, ഇവിടുന്ന് ഒരു പൊട്ടിക്കലടിച്ച് പറി. സോ ഇപ്പോൾ 4-0 ഫസ്റ്റ് ഹാഫ്. അതിന് 4-0 അവസാനിച്ചിട്ടുണ്ട്. കൊള്ളാം. റാഫിന. ഓക്കെ, റാഫിന ഓനെ റാഫി ചേട്ടാ നല്ല രീതിക്ക് വന്നാണ് ഗൈസ്. ഗോളി സമ്മതിച്ചില്ല. നല്ലൊരു കോർണർ കിട്ടിയിട്ടുണ്ട്. 82 ചെറുക്കിയുണ്ട്. പിന്നെ ചെറുക്കി കൊടുത്തുള്ളൂ, ചെറുക്കിനോട് വിളിപ്പിക്കാം. ഓക്കെ, കിട്ടുമെന്ന് തോന്നല്ല ഗൈസ്. ഗൈസ് നമുക്ക് വീണ്ടും ഒരു കോർണർ കിട്ടിയിട്ടുണ്ട്. നോക്കി വെക്കാം. ഹാലൻഡ് ഇല്ല ഗൈസ്. സ്ക്വാരറ്റ്സ്കേലിയ ഈ പഹയൻ കാഞ്ചി ചെറുക്കി അടിക്ക്. സെക്കൻഡ് ഹാഫായിട്ടൊരു ഗോൾ പോലും അടിച്ചിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ഹാഫിൽ വന്ന 4 ഗോൾ മാത്രമാണുള്ളൂ. എടാ വാൽവെർഡെ അടിക്കുമത്തെ അത്രേ ഉള്ളൂ. ഏതാ അടി. സെക്കൻഡ് ഹാഫിൽ ഗോൾ അടിച്ചില്ലെന്ന് പറഞ്ഞോളൂ, അപ്പോഴത്തേക്കൊരു ഗോൾ അടിച്ചു വാൽവെർഡെ. ഓക്കെ, ചെറുക്കി അടിച്ചിട്ടുണ്ട് ഗൈസ്. ചെറുക്കിയാണ് എനിക്ക് തോന്നുന്നു ഈ കാർഡ് ഞാൻ ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് ഗോളാന്ന് തോന്നുന്നു ചെറുക്കിയുടെ. വാൽവെർഡെ അടിച്ച ഷോട്ടാണ് ഗൈസ്. ഡിഫ്ലക്ട് ചെയ്ത് എങ്ങനെയൊക്കെ വന്ന അവൻ്റെ കാലിൽ ചുമ്മാ മുട്ടി കൊടുത്തുള്ളൂ. 6-0 ഗൈസ്. ടാക്കിൾ ഗൈസ്. അത് 4 തിരിച്ചടിച്ചിട്ടോ കാണിച്ചു തരാം. ആദ്യം ഒരു 8 ക്രോസ് ബാറും അടിച്ചു. അതിന് ശേഷം റീബൗണ്ടൊന്നും വന്നതാണ് ഗൈസ്. 6-1 കളി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഓക്കെ, സോ അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് കളി കഴിഞ്ഞിട്ടുണ്ട്. 6-1 ആണ് ഗൈസ്. ഓക്കെ, സോ വാൽവെർഡെയാണ് മാൻ ഓഫ് ദി മാച്ച്. പ്രത്യേകിച്ച് പറയുന്നത് വേണ്ട. സോ നമുക്ക് എന്തായാലും നെക്സ്റ്റ് മാച്ചിലോട്ട് പോകാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്തായാലും യുവൻറ്റസിനെയാണ് നെക്സ്റ്റ് മാച്ചിൽ കിട്ടിയേക്കുന്നത്. സോ യുവൻറ്റസിൽ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കിടന്ന് കാണിക്കണേ. പക്ഷേ അത് യുവൻറ്റസ് ആണ് ഗൈസ്. സോ തുടങ്ങാം. സോ കളി തുടങ്ങി ഗൈസ്. സോ ജയിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണം. ഓക്കെ, ഇറ്റ്സ് വാൽവെർഡെ റാഫിനെ വീണ്ടും കോംബോ ഉണ്ടാക്കാൻ തോന്നുന്നു ഗൈസ്. ഓക്കെ, റാഫി എൻ്റെ മുന്നിൽ ക്വരറ്റ്സ്കേലിയ ഫ്രം ജോർജിയ. ക്വരറ്റ്സ്കേലിയ ഒട്ടാ. ഓ ഗൈസ്, ക്വരറ്റ്സ്കേലിയക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നും ഞാൻ പറയാനുള്ള. പക്ഷേ ഈ കാർഡ് പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു ഗൈസ്. കിഡിലും കാർഡായിരുന്നു. എൻ്റെ ഫേവറേറ്റ് കാർഡായിരുന്നു ഒരു സമയത്ത് ഈ ക്വരറ്റ്സ്കേലിയയുടെ ഈ ഒരു പ്ലെയർ ഓഫ് ദി കാർഡ്. പക്ഷെ ഇപ്പോൾ ഒരു തൊഴുമ്പ് കാർഡായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഗൈസ്, വീണ്ടും ക്വരറ്റ്സ്കേലിയ. ഇവനൊരു ഗോൾ അടുപ്പിച്ചിട്ട് സെലിബ്രേഷൻ അടിപ്പിച്ചിട്ട് കാര്യമുള്ളൂ. എൻ്റെ പൊന്നേ. ഒരു ക്രോസ് കൊടുത്തു നോക്കാം. അടിച്ച് ക്വരറ്റ്സ്കേലിയ. ഏതാ 100 ചാൻസ് കിട്ടി ഒരു ഗോൾ. മറ്റേ എമറിയുടെ ക്രോസാണ് ഈ സ്കിഡിൽ. കേസ് അപ്പോൾ നമ്മുടെ കളിയിലെ ഫസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ട്. എന്തായാലും ഈ യുവൻറ്റസ് അത്യാവശ്യം കളിക്കുന്നുണ്ട് കേസിൻ്റെ റോമേനേക്കാളും. ടൈറ്റാണ്. ഇമാര് പൊസിഷൻ കീപ്പ് ചെയ്താണ് കളിക്കണം. അതാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. പിക്ഫോർഡ് ക്വരറ്റ്സ്കേലിയൊക്കെ പോകണം. എന്തായാലും കിട്ടില്ല, ഉറപ്പാണ് ഗൈസ്. 34 മിനിറ്റായിട്ട് ഒരു ഗോളായിട്ട് നമ്മൾ അടിച്ചോളൂ. സോ അത് മോശം സംഭവമാണ്. ഓക്കെ,
ഇവിടെ കരീരാസോടെ ഓടുണ്ട്. ക്രോസ് കളിക്കാൻ പറി. എന്തോന്ന് അവിടെ കാട്ടിയ കരീരാസ്, എന്ത് പൊട്ടത്തരാണ് അവിടെ കാട്ടിയത്. ഓക്കെ, ക്രോസ് വാൽവർഡെയാ. എന്തൊക്കെയാണ് അവിടെ നടക്കണേ. എടുക്കെടുക്കെടു. ഓക്കെ, വിറ്റീന. എടാ വിറ്റീന കിട്ടിയില്ല ഗൈസ്. ഹാലൻഡിന് ചാൻസ് കിട്ടി. ചേട്ടാ എൻ്റെ പൊന്നേ ഗൈസ്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് 1-0 ആണ്. അമ്മമാർ ഷോട്ടൊന്നും അടിച്ചിട്ടില്ല. നമ്മൾ 6 ഷോട്ട് 3 കൊണ്ട് ടാർഗറ്റ്. ഗൈസ് നമ്മൾ ഒരു ഗോളായിട്ട് അടിച്ചിട്ടുള്ളൂ. അമ്മമാർ എപ്പോഴും തിരിച്ചടിക്കാം. സോ ബി കെയർഫുൾ. എടാ പോടാ കളയടാ. എന്ത് കഷ്ടമാടാ. എടാ എന്ത് അവസ്ഥയാടാ എൻ്റെയൊക്കെ അല്ലേ. ഓ മൈ ഗോഡ്, എന്താണ് മിസൈലാ കൈസ്. ഇതിനെ റിഗ്രറ്റ് അടിച്ച്. പക്ഷെ ഇത് നോക്കടാ, എന്താണ് മിസൈൽ റൈസിങ് എന്നാണ് കൈസ്. പക്ഷെ എൻ്റെ മോനെ ഗോൾ കീപ്പർക്ക് ഒന്നും നോ ചാൻസ് കൈസ്. വാൽവർഡെ എന്താ അത് ബുള്ളറ്റാ. അഗെയിൻ വാൽവർഡെ വീണ്ടും സ്കോർ ചെയ്തു ഗൈസ്. ഹാലൻഡിൻ്റെ അസിസ്റ്റ് എവിടെ നിന്ന് ഓടിയെടുത്തേ നോക്ക് ചങ്ങായി. കിടിലല്ലേ ഗൈസ്. ഹാലൻഡിൻ്റെ ഒരു ചാൻസ്. ഹാലാൻഡ് എടാ മോനെ അടിക്കടാ അതൊക്കെ. ചെറുക്കി ഗൈസ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു കോർണർ കിട്ടിയാണ്. ഞാൻ ഷോർട്ട് കോർണറാണ് ഗൈസ് പതിവായിട്ട് എടുക്കാറ്. പിന്നെ ഇപ്പം എന്തെങ്കിലും കോർണർ എടുക്കുന്നത് വെച്ചാൽ എപ്പോഴും അതിനടുത്ത് ബോറായി തുടങ്ങി ഗൈസ്. അതുകൊണ്ടാണ് ഇപ്പോൾ എടുക്കണം. പക്ഷേ ഇതെടുത്തൊരു കാര്യമില്ല, കണ്ടില്ലേ. മറ്റേ ഷോർട്ട് കോർണർ മിക്കപ്പോഴും ഗോൾ കയറാറുണ്ട്. പക്ഷേ ഇത് അത് നടക്കില്ല. ഗേറ്റ്സ് റാഫി എൻ്റെ മോനെ ഓസിനടിച്ച് ഗേസ്. കൊലച്ചിക്കയിൽ ഓസിനടിച്ചിട്ടുണ്ട്. എന്തായാലും പിന്നെ 4 ഗോൾ അടിച്ചില്ലേ. യെസ്, 4-0 ഗേസ്. അപ്പോൾ സെക്കൻഡ് ഹാഫ് എന്തായാലും നമ്മൾ തൂക്കിയെന്ന് വേണമെങ്കിൽ പറയാം. ഗേസ് കൊലച്ചിക്കലിയ പൊളിച്ച് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ മാച്ചോട് നിർത്താം ഗൈസ്. കാരണേ ബോറടിച്ച് തുടങ്ങി ഗൈസ്. പിന്നെ ഒന്നാലും ഇത് മാച്ചാണല്ലോ, അതുകൊണ്ട് നമുക്ക് 2 മാച്ച് മതി. 3 മാച്ചൊന്നും വേണ്ട. ഞാൻ പിന്നെ വീഡിയോ തുടക്കത്തിൽ 3 മാച്ച് പറഞ്ഞെങ്കിലും വേണ്ടടേ, എൻ്റെ ആവശ്യം വേണ്ട. 2 മാച്ച് മതി ഗൈസ്. 2 മാച്ച് തന്നെ 10 മാച്ച് കളിക്കുന്ന നീളമുള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. 2 മാച്ച് ബോറായി ഗൈസ്. സോ എന്തായാലും നമുക്ക് ഈ മാച്ച് കഴിഞ്ഞിട്ട് നിർത്താം ഗൈസ്. ഞാൻ വിചാരിച്ചിട്ട് 3 മാച്ച് കളിക്കാൻ പറ്റുന്നതാണ്, പക്ഷേ നോ, നമുക്ക് എന്തായാലും ഈ മാച്ചോടുകൂടി നിർത്താം. ഓക്കെ കോര എത്ര ബാർമാണ് നമ്മൾ അടിച്ച പോലെ. ക്രോസ് ബാർ ചലഞ്ച് വെക്കണ്ടേ ഇവിടെ. എന്ത് പോസ്റ്റിനടക്കാണ് അടിക്കണേ ഗൈസ്. നമുക്ക് എന്തായാലും ഷോർട്ട് കോർണറിന് എടുക്കാം, അതിലെ കാര്യമുള്ളൂ. ചെറുക്കി 7-0 അല്ല 5-0യാ. ഞാൻ വിചാരിച്ച 6 അടിച്ചെന്ന്. പിന്നെ എങ്ങനെയാ 10 പോസ്റ്റിലൊക്കെ അടിച്ച് എങ്ങനെ കയറുന്നത്. ഓക്കെ നൈസ്. റാഫീനെ പറ്റിയ നമുക്ക് സോളോ ഗോൾ അടിക്കാൻ പറ്റും നോക്കാം. ഇതിപ്പം കയറുമ്പോൾ ഗോൾ കയറി. അതല്ലേലും അങ്ങനെയാണ്. എല്ലാ കളിയിലും ഓരോ ഗോളെങ്കിലും നമ്മൾ വാങ്ങിക്കണ്ടേ. എടാ എന്നും പാസ് കൊടുക്കടാ. എൻ്റെ സ്കോറായിട്ട് ചെറുക്കി. എടാ ഷോട്ട് ഹാലൻഡ് അടിച്ചു. നൈസ്. അങ്ങനെ ഓസിന് ഹാലൻഡും അടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, സോ നമ്മളെന്തായാലും ലാസ്റ്റ് മാച്ചും കഴിഞ്ഞാൽ കാണാം. 6-1 സ്കോർ. ക്വാരറ്റ്സ്കേലിയ മാൻ ഓഫ് ദി മാച്ചാ. എന്തോ എങ്ങനെയാടാ അറിയില്ല. 2 ഗോൾ അടിച്ചോണ്ടായിരിക്കുമല്ലേ. ഓക്കെ സെറ്റ്. സോ എന്തായാലും നമ്മളെന്താ ഇന്നത്തെ വീഡിയോ കാലം പിടിച്ച് നിർത്താണ് ഗൈസ്. സോ എങ്ങനെ ഉണ്ടായി നമ്മുടെ സ്കോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ പെട്ടെന്ന് വീണ്ടും കാണാം. ബൈ.